ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഒരു കൂണിന്റെ കൂണുകറിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കൂണ് ഇപ്പൊ ഉണ്ടാവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൂണുകൾ നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പക്ഷെ അത് പകുതി കൂടുതലും കൂട്ടാൻ കൊള്ളില്ലാത്ത കൂണുകൾ വിഷക്കൂണുകളാണ്. അപ്പൊ അത് നമ്മൾ നോക്കി പറിച്ചെടുക്കണം. നമുക്കിപ്പോ വെള്ളാരം കൂണുണ്ട്, പതമ്പം കൂണുണ്ട്, അരിക്കൂണുണ്ട്, കരിയിലക്കൂണുണ്ട്, അങ്ങനെ അതൊക്കെ നമ്മൾ കൂട്ടുന്ന കൂണുകളാണ്. അല്ലാതെ ഒരു സൈസ് കൂണുണ്ട് നമ്മൾ കൂട്ടാൻ കൊള്ളില്ലാത്ത വിഷക്കൂണുകൾ. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൂണെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ കൂണുകളൊന്നുമല്ല. നമ്മുടെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു. ആ മാവ് വെട്ടിയ കുറ്റിയാല് മിക്കവാറും ഇങ്ങനെ കൂണുണ്ടാവാറുണ്ട്. മാങ്കുറ്റിയുടെ കൂണ് ഏറ്റവും നല്ല കൂണാണ്. ഒരു വിഷാംശം ഒന്നും ഉള്ള കൂണല്ല. അപ്പൊ നമ്മൾ ആ കൂണാണ് നമ്മളൊന്ന് കാണിക്കാൻ. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവണേ വേറെ കുറ്റിയിലൊക്കെ കൂണുണ്ടാവും അല്ലെ? ആ കുറ്റിയുടെ കൂണൊന്നും കൊള്ളത്തില്ല അല്ലെ? ഈ മാവിന്റെ കുറ്റിയിലെ മാത്രമാണ് മാവിന്റെ കുറ്റിയുടെ കൂണ ഏറ്റവും നല്ല കൂണ, ഏറ്റവും നല്ലത്. നമ്മൾ കാണുമ്പോ പലപ്പോഴും ആൾക്കാർ വിചാരിക്കും അയ്യോ ഇത് വിഷക്കൂണാന്നൊക്കെ തോന്നും ആൾക്കാർക്ക് അല്ലെ? പക്ഷെ നമ്മൾ മാവിന്റെ കുറ്റിയുടെ കൂണ. അപ്പൊ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ വിഷക്കൂണാന്ന് വെച്ചാൽ ചിലര് പറിക്കത്തോരുമില്ല. അപ്പൊ നമ്മൾ പക്ഷെ റെഗുലർ ആയിട്ട് ഇത് എന്നാ വെച്ചാൽ എല്ലാ വർഷവും ഉണ്ടാവില്ല? എല്ലാ വർഷവും ഉണ്ടാവും. ഒരു വർഷത്തിൽ ചിലപ്പോ 2-3 പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ മാവ് വെട്ടിക്കളഞ്ഞ കുറ്റി കളയാണ്ട് അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂൺ എല്ലാ വർഷവും നമുക്ക് കാശ് മുടക്കില്ലാണ്ട് ഉണ്ടാകും അല്ലെ? നമ്മുടെ ഈ മുറ്റത്ത് നിൽക്കുന്ന മാവ് വെട്ടിയിട്ട് അതിന്റെ കൂണുണ്ടാവുന്നില്ല. അങ്ങനെ ചില സ്ഥലങ്ങൾക്കും ഉണ്ട് കുറ്റിയതല്ലേ? ആ കിണറിന്റെ അവിടെ നിൽക്കുന്ന മാവ് കുറ്റിയ കൂണില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന മാവ് കുറ്റിയുടെ കുറ്റിയല്ല കൂണുണ്ടാവും. അപ്പൊ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീടിന്റെ ചുറ്റിനും പല മാവ് കുറ്റികളും നിപ്പുണ്ട്. പല മാവ് കുറ്റികളും നിപ്പുണ്ട്. അപ്പൊ അതിലൊക്കെ കൂണുണ്ടാകും. അപ്പൊ നമുക്ക് ഇന്ന് ആ കൂണൊന്ന് കാണാം അല്ലെ? നോക്കി, ഒരു മുറം കൂൺ അങ്ങനെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇത് നമുക്ക് കാശ് മുടക്കൊന്നും ഇല്ലാണ്ട് കിട്ടുന്ന നമ്മുടെ കടയിൽ നിന്നൊക്കെ ഭയങ്കര ചിപ്പിക്കൂണുകളൊക്കെ പോലെ വെച്ച് നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെയുള്ള കൂണായി. അതുപോലത്തെ കൂണ കണ്ടില്ലേ? ഇതിന് പക്ഷേങ്കില് ആ കൂണ് പോലെ അത്ര സോഫ്റ്റ് അല്ല ഇത് അല്ലെ? ഒരിച്ചിരി ഇത് പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ കൂണ് ഉണ്ടാകുന്ന അന്ന് തന്നെ നമ്മൾ പറിച്ചെടുക്കണം അല്ലെ? മൊട്ട് വരും നമ്മൾ നോക്കി നിന്നിട്ട് പറിക്കണം. നോക്കി, കുറെ ഉണ്ട് കേട്ടോ ഈ കൂണ്. കണ്ടില്ലേ? ഈ കൂണ് നമുക്ക് പല രീതിയിൽ നമുക്ക് കറി വെക്കാം. ഈ കൂണ് ഇതെങ്ങനെയാ എടുക്കുന്നത്? ഈ കൂണിന്റെ അകത്തുണ്ടല്ലോ അങ്ങനെ ചെളിയോ അഴുക്കോ ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി കണ്ടോ. തടിയിൽ ഉണ്ടാക്കിയേക്കണ കൂണ് കണ്ടില്ലേ? ഇതിന് തടിയുണ്ട് കണ്ടോ ഈ അറ്റത്ത്, പറിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഈ കൂണ് അരിയുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിനൊരു കാര്യമുണ്ട്, ഇതിന്റെ ഈ ഉള്ളിൽ നിന്ന് നമ്മൾ പറിച്ചു കളയണ്ട അല്ലമ്മേ? പോകും അല്ലെ? മറ്റു കൂണൊക്കെ നമ്മൾ കഴുകിയിട്ടാണ് അരിയുന്നത്. പൊളിച്ചു കളഞ്ഞിട്ട് കഴുകും. അമ്മ ഇതൊന്ന് കാണിച്ചു കൊടുത്തോ എങ്ങനെ അരിയുന്നത്? ചെറുതായിട്ട് കീറുന്ന കൂണ ഇങ്ങനെ. എനിക്കറിയാം കേട്ടോ, ഞാനിത് ഉണ്ടാക്കാറുണ്ട്. ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ 4 സൈഡും അങ്ങ് ചുറ്റിനും ഇങ്ങനെ കീറും. കുരുകുരാന്ന് അങ്ങ് കീറും. കീറിയിട്ട് കൂട്ടിപ്പിടിക്കും അല്ലെ? കൂട്ടിപ്പിടിച്ചിട്ട് അത്രേ ഉള്ളു പരിപാടി. കണ്ടോ? നമ്മുടെ സാധാരണ കൂടെ നമ്മൾ ഇങ്ങനെയല്ല എടുക്കണം. അതിന് ഇച്ചിരിയും കൂടെ എന്താണ് ഇതിന്റെ ഈ സ്കിന്നിന് കുറച്ചും കൂടെ കട്ടിയുണ്ട്. നമ്മുടെ തണ്ട് എടുക്കുന്നില്ല. തണ്ടെന്ന് പറയുന്നത് ഇച്ചിരി മൂത്ത് പോയി തുടങ്ങി. അപ്പൊ നമ്മൾ തണ്ട് എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വേറെ കാര്യം വിട്ടമ്മേ, ഇത് ഇളം കൂണാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇളാണെങ്കിൽ ഇതെന്നാ വെച്ചാൽ ഞങ്ങൾ കണ്ടില്ല ഇതുണ്ടായി. മിറ്റത്താ കൂണ് നിന്നത്. മിറ്റത്ത് നിൽക്കുന്ന കൂണാണെങ്കിൽ നമ്മൾ കണ്ടില്ല ഇത് അല്ലെ? പക്ഷെ വേറൊരു കാര്യമില്ലമ്മേ, ഈ കൂണ് അന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. പക്ഷെ ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ ഈ കൂണ് നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പൊ എന്നാന്നറിയോ, ഒരു ദിവസം കഴിയുമ്പോ ഈ കൂണ് കട്ടിയാവും അല്ലെ? കട്ടിയാവും, കല്ല് പോലെ കട്ടിയാവും. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും സോഫ്റ്റ് ആവത്തില്ല. അപ്പൊ നമ്മളതേ കൂണ് അമ്മ ഇങ്ങനെ അരിയുവാണ്. ഇതിന്റെ പ്രത്യേകിച്ച് ഈ കൂണ് ആദ്യം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും. അരിഞ്ഞെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, നന്നായിട്ട് കഴുകൂല്ലേ? നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ മഞ്ഞളും ഒക്കെ പറ്റിച്ചിട്ട് മഞ്ഞൾ ഇട്ട് കഴുകാം നമ്മൾ. അപ്പൊ ഞാൻ വേണ്ടി ഇത് അരിഞ്ഞിട്ട് മഞ്ഞളിട്ട് കഴുകണോ? മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകും. ഉപ്പിടണം. ഉപ്പിട്ട കൂണ് അവിഞ്ഞു പോകൂല്ലേ? അതൊരു ആരും കൂണിനകത്ത് ഉപ്പിട്ട് കഴുകരുത്. അതെന്നാന്നറിയോ ഞാൻ പറയാൻ കാരണം, ഒരു ദിവസം ഞാന് റിലയൻസിൽ നിന്ന് കൂണ് വാങ്ങിച്ചു കേട്ടോ. റിലയൻസിൽ നിന്ന് കൂണ് വാങ്ങിച്ചിട്ട് ഇവിടെയല്ല, ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്നേരം ഞാൻ റിലയൻസിൽ നിന്ന് കൂണ് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് കൂണ് കഴിക്കണം ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൂണ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, ആ കൂണൊന്ന് റെഡി ആയിക്കോട്ടെ, ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എന്ത് ചെയ്തു, മഞ്ഞപ്പൊടി ഉപ്പ് കൂടി ഇട്ട് ഇളക്കി വെച്ചു അരിഞ്ഞിട്ട്. നമ്മൾ സാധാരണ അങ്ങനെയല്ലേ, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോ അതിൻ്റെ അകത്ത് വിഷാംശമൊക്കെ പോകില്ല. അപ്പൊ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഇളക്കി വെച്ചു. ആ കൂണങ്ങ് അവിഞ്ഞ് ഇങ്ങനെ ഞോള പോലെ അങ്ങ് ആയിപ്പോയി. കൂണ് കൊള്ളില്ലാണ്ടായിപ്പോയി. ഒരിക്കലും കൂണിനകത്ത് ഉപ്പിട്ട് കഴുകരുത്. കൂണ് കുക്ക് ചെയ്തതിന് ശേഷം ഉപ്പിടാവുള്ളൂ അല്ലേ? കഴുകി നമ്മുടെ മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചേക്കണം കുറച്ചു നേരം. മഞ്ഞപ്പൊടി മുളക് പൊടിയും പെരട്ട, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉപ്പ് ഒരു പ്രാവശ്യം പോലും ഇടുക. പിന്നെ അതുപോലെ കൂണ് ഫ്രിഡ്ജിനകത്ത് വെക്കരുത്.
ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ വിഷാംശം ഉണ്ടെന്നാ അല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, കൂണൊക്കെ അപ്പൊ തന്നെ ഉപയോഗിക്കണം ആ. അല്ലേ? ഉം. അതാണ് അതിന്റെ സംഭവം. അപ്പൊ നമ്മുടെ ഈ കൂണ് ദേ ഇതുപോലെ മുഴുവൻ കൂണുകളുടെയും വൃത്തിയായിട്ട് അരിയും. നമ്മളിപ്പോ തണ്ടെടുക്കാത്ത എന്ന് വെച്ചാൽ തണ്ടിന് തേച്ചിട്ട് കട്ടിയുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇത് അത് മാത്രം ഇലയുണ്ട് അരിയാന്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മൾ വെച്ചേക്കാനൊന്നും കൊള്ളത്തില്ല. നമ്മളെ കൂണൊക്കെ എപ്പോ തന്നെ കഴിക്കണം അല്ലേ? ആ. അപ്പൊ നോക്കിക്കേ, നല്ല പോഷകസമൃദ്ധമായ സാധനമാണ് കൂണ്. ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാമേ, ഇത് എങ്ങനെ ഉണ്ടാക്കണേ നമ്മയൊന്ന് പറഞ്ഞാൽ മതി. എന്നാന്നറിയോ, ഈ കൂൺ ഉണ്ടാക്കണതിന്റെ തന്നെ വീഡിയോ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്ത വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് അല്ലേ? കഴിഞ്ഞ കൊല്ലം നമ്മൾ 2-3 വീഡിയോ കൂണിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പല കൂണിന്റെ കിട്ടി. പതമ്പങ്കൂണിന്റെ വീഡിയോ കിടപ്പുണ്ട്, പിന്നെ ഉപ്പുകൂണിന്റെ വീഡിയോ കിടപ്പുണ്ട്, ഉപ്പുകൂണ് നമ്മൾ പറിക്കാൻ പോയ വീഡിയോയും കിടപ്പുണ്ട്. ഇപ്രാവശ്യം ഉപ്പൂണ് കണ്ടതാ, പക്ഷെ മഴയായോണ്ട് ഞങ്ങൾ പറിച്ചില്ല. പിന്നെ ആ സ്ഥലം അത്ര നല്ല സ്ഥലമല്ലായിരുന്നു അല്ലേ, അതുകൊണ്ട് പറിച്ചില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഈ കൂണിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? 3-4 കൂണിന്റെ വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നങ്ങ് പറയാമോ? നന്നായിട്ട് കഴുകി തോർത്തി എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കഴുകണം. 3-4 വെള്ളം കഴുകി പിഴിഞ്ഞെടുക്കണം. എടുത്തിട്ട് പിന്നെ നമ്മൾ ശകലം മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇച്ചിരി മസാലയൊക്കെ കൂടെ കൂട്ടി ഒന്ന് പെരട്ടി വെക്കണം. ഒരു കുറച്ചു നേരം ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് പെരട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ചുവന്നുള്ളിയൊക്കെ പൊളിച്ച് പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ അരിയണം. അരിഞ്ഞിട്ട് തേങ്ങായും കൂടെ ചുരണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇത് കൂടെ ഇട്ട് ഇളക്കി വേവിച്ചാൽ മതി. നമ്മൾ സാധാ കൂണ് തോരൻ വെക്കണം പോലെ അല്ലേ? അങ്ങനെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കൂണ്, മാവുംകുറ്റിയിലെ കൂണ് കാണുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. മാവുംകുറ്റിയിലെ വേറെ മാവുംകുറ്റിയിലെ അല്ലാത്ത കൂണുകൾ നിങ്ങൾ കശുമാവേലെ കുറ്റി കൊള്ളാം. ഇപ്പൊ കശുമാവൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഈ കൂണ് ഞാൻ ഇത്രയും കാണിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലതരം കൂണുകളുണ്ട്, വിഷാംശമുള്ള കൂണുകളുണ്ട്. അപ്പൊ ഇത് വിഷാംശമുള്ള കൂണല്ല. അപ്പൊ അത് നോക്കി വേണം എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒന്നുകൂടി പറയണം, മാവുംകുറ്റിയിലെ കൂണ് അല്ലെ? മാവുംകുറ്റിയിലെ കൂണ് ഇങ്ങനത്തെ, ഇത് തടിക്കൂണാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ കട്ടിയാവും ഈ കൂണ്, ഭയങ്കര കട്ടി, ഇത് ചീഞ്ഞു പോവില്ല. ഇത് ഇങ്ങനെ നിൽക്കും, പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞങ്ങളപ്പൊ ഇന്ന് രാത്രിയിൽ എന്തായാലും ഈ കൂണ് കറി വെച്ച് കഴിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് കൂണ് കറി ഉണ്ടാക്കിയില്ല, നമ്മള് ഉണ്ടാക്കിയത് കിടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്. പിന്നെ നോർമൽ എല്ലാരും ഉണ്ടാക്കണ പോലെ അങ്ങ് കൂൺ ഉണ്ടാക്കിയാൽ മതി. ഇത് കൂണായതുകൊണ്ട് മാത്രമാണ് കാണിച്ചത്. ഈ കൂണ്, അതായത് നമ്മുടെ മാവുംകുറ്റി കൂണായതുകൊണ്ട് മാത്രമാണ് കാണിച്ചത്. അപ്പൊ ഇനി എന്താമേ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്കും കമന്റും മറക്കുകയും ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിന്റെ ചെയ്യുവാണേ. കൂണുകൾ കറി വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും പലപ്പോഴും കൂണുകൾ ഉണ്ടാകുമെങ്കിലും കിട്ടുന്ന കൂണുകൾ ഫ്രഷായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പഴകിയ കൂണുകൾ ഒരിക്കലും നമ്മൾ കറി വെച്ച് കഴിക്കാൻ ഉപയോഗിക്കരുത്. അതോടൊപ്പം തന്നെ ഭക്ഷ്യോഗ്യമായ കൂണുകളാണോ എന്ന് മുതിർന്ന ആളുകളോടും അറിവുള്ളവരോടും ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മറ്റൊന്ന്, കൂൺ കഴിക്കുമ്പോൾ ഇറച്ചി, മീൻ മുതലായ വിരുദ്ധ ആഹാരങ്ങൾ അതോടൊപ്പം കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.